എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഈ ഡോക്ടർ തന്നെയാണ് മുന്നേ പീച്ചിന്റെ കാണാനായി അവന്റെ വീട്ടിലേക്ക് പോയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അയാളാട്ടെ ഇവിടുത്തെ പ്രേതത്തെ ഓടിച്ചാല് ഇത് വാങ്ങാനായിട്ടുള്ള താല്പര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടിയാണ് ഹോം ഇപ്പൊ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഡോക്ടർ എന്താ ഇപ്പൊ നേരത്തെ വന്നത്? ഞാൻ ഡോക്ടറോട് കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതി എന്നല്ല പറഞ്ഞെന്ന് ഹോം ചോദിക്കുമ്പോൾ, അല്ല ഇവിടുത്തെ പ്രേതത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു ഉറപ്പ് വേണം, അത് പോയോ ഇല്ലയോ എന്ന് 100% ഷുവർ ആയിട്ട് പറയണം. നിങ്ങൾക്ക് അതിന് പറയാൻ കഴിയില്ലെങ്കിൽ ഞാൻ പീച്ചിനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആള് പീച്ചിനെ കാണിക്കുമ്പോൾ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ഹോം ജാടയിടുന്നു. ഞാൻ നിന്നെ കാണാനോ നിന്നോട് മിണ്ടാനോ വന്നതല്ല, ഞാൻ ഈ ഡോക്ടറെ വിളിച്ചിട്ട് വന്നതാണെന്നായിരുന്നു പീച്ച് മറുപടി പറയുന്നത്. അങ്ങനെ ഇവിടെ വെച്ച് കാണുമ്പോഴും ഹോമും പീച്ചും ആദ്യത്തെ ആ ഒരു സമയത്ത് കണക്ക് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ദേഷ്യം വരുന്ന പീച്ചാകട്ടെ ഹോമിനോട്, ഹോം തന്നെ പേടിത്തൊണ്ടെന്ന് വിളിച്ചപ്പോ, ഞാനല്ല പേടിത്തൊണ്ടൻ, നാട്ടിൽ ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് ഒന്നും അറിയാത്ത കണക്ക് അമേരിക്കയിലേക്ക് രായ്ക്ക് രാമാനം ഓടിപ്പോയ നീയാണ് പേടിത്തൊണ്ടൻ എന്നല്ല പീച്ച് കളിയാക്കുന്നു. ഈ സമയം ഹോം ആകട്ടെ ആ ഡോക്ടറിനോട്, ഡോക്ടർക്ക് പ്രയത്നം ഓടിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, വെറുതെ എന്തിനാ ഇവരൊക്കെ വിളിച്ചോണ്ട് വരുന്നത്, ഇവരൊന്നും വിചാരിച്ചാ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഹോം പറയുമ്പോ, പിന്നെ നീ വിചാരിച്ചാ ഇവിടെ പലതും നടക്കുന്നാണോ നിന്റെ വിചാരം? നീ വിചാരിച്ചാല ഒരു ചുക്ക് ഇവിടെ നടക്കാത്തത്, നിനക്ക് പ്രേതത്തെ പോലും കാണാൻ സാധിക്കില്ല, പിന്നെ നീ എങ്ങനെ പ്രേതത്തെ ഓടിക്കുമെന്ന് പീച്ച് ഹോമിനെ കളിയാക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കാതെ അത് ഞാൻ ചെയ്യുമെന്ന് വീം വിളക്കിയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പീച്ച്, ഈ ഡോക്ടർക്ക് എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടതെന്ന് നീ എപ്പോഴേലും അന്വേഷിച്ചോ? ആൾക്ക് ഇവിടുത്തെ പ്രേതത്തെ അപ്പാടെ അങ്ങ് ഓടിക്കുകയല്ല വേണ്ടത്. അത് മനസ്സിലാക്കാതെ നീ ഇത് എന്തിവിടെ കാണിക്കാൻ നിൽക്കുന്നത്? അദ്ദേഹത്തിന് ആ ഒരു പ്രേതത്തിനോട് സംസാരിക്കാണ് വേണ്ടത്, അതിനുള്ള ചടങ്ങുകൾ ഞാൻ ആരംഭിക്കാൻ പോവാണെന്ന് പറഞ്ഞു പീച്ച് അവിടെ ചില കാര്യങ്ങൾ ചെയ്യാനേ പോകുന്നു. ഈ സമയം ഹോമും ബാങ്ങും സംസാരിക്കാണ്. ഈ ഒരു ഡോക്ടർക്ക് എന്തായിരിക്കും ഇവിടെയുള്ള പ്രേതത്തിനോട് സംസാരിക്കാനായി ഉണ്ടാവുക എന്ന് രണ്ടുപേർക്കും ഒരു പിടുത്തവും ഇല്ല. എന്തായാലും ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളിൽ വെച്ച് ഹോം ചില കാര്യങ്ങൾ ഗസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഡാൻസ് സ്കൂൾ ആയിരുന്നു പണ്ട്. ഇവിടെ പഠിച്ചിരുന്ന ഒരു സ്റ്റുഡന്റ് മരണപ്പെട്ട ശേഷമാണ് ആ ഒരു സ്റ്റുഡന്റിന്റെ പ്രേതം ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്ന രീതിയിൽ പിന്നെ ഇത് ആരും അങ്ങനെ യൂസ് ചെയ്യാണ്ടൊക്കെ ആയത്. ഈ ഡോക്ടർക്ക് ഇവിടെയുള്ള ആ ഒരു പ്രേതത്തിനോട് സംസാരിക്കണമെങ്കിൽ ഒരുപക്ഷെ ഈ ഡോക്ടറിന്റെ വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമോ ആ പ്രേതം എന്നാണ് ഹോം ഇപ്പോൾ പാങ്ങിനോട് സംശയം പ്രകടിപ്പിക്കുന്നത്. ആകാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഡോക്ടർ പീച്ചിനെ കണ്ട് സംസാരിക്കാനായി വീട്ടിലേക്ക് വന്ന ടീം കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഒരു പ്രേതത്തിന് വേണ്ടി എന്ത് ഡിഷാണ് കുക്ക് ചെയ്യേണ്ടത് എന്ന് പോലും കറക്റ്റായി പീച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ തീർച്ചയായും ഡോക്ടറിന്റെ വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും തന്നെ ആയിരിക്കും ആ പ്രേതം എന്ന് തോന്നുന്നു പാങ്ങും പറയുന്നു. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ തങ്ങളോട് സംസാരിക്കാനായി അന്ന് ആ ഒരു ആക്സിഡന്റ് കേസിന്റെ കാര്യത്തിന് വേണ്ടി ലോയറെ പറഞ്ഞു വിട്ടത് ഹോം ആണോ എന്ന് പാങ് ചോദിക്കുമ്പോൾ, ഞാനല്ല, അതെന്റെ ഫാമിലി എന്നാണ്, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് ഹോം പറയുമ്പോൾ, എനിക്കത് തോന്നിയിരുന്നു നീ അങ്ങനെ ചെയ്യില്ലാന്ന്. ഞാൻ ഈ ഒരു കാര്യത്തെ പറ്റി പീച്ചിനോട് പറഞ്ഞു മനസ്സിലാക്കാനായി പല തവണ നോക്കിയെങ്കിലും പീച്ച് അത് കേൾക്കണ്ടേ, പീച്ച് ആകെ കലിപ്പിലാണെന്ന് പാങ് പറയുന്നു. പാങ്ങിന് പീച്ചും ഹോമും തമ്മിൽ പിരിയുന്നതിനോട്, ദേഷ്യത്തിൽ ഇരിക്കുന്നതിനോട്, പിണങ്ങി നടക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ലാന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. വീണ്ടും നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആവണമെന്ന് പാങ് പറയുമ്പോൾ അത് നടക്കില്ല എന്ന് അങ്ങോട്ടേക്ക് ഈ സംസാരം കേട്ടെത്തുന്ന പീച്ച് പറയുന്നുണ്ട്. നീ ഇവിടെ വാചകം അടിച്ചോണ്ട് നിൽക്കാണോ? ഞാൻ നിന്നെ ഒരു ജോലി ചെയ്യാനായിട്ടാ പറഞ്ഞു വിട്ടിരുന്നത്, അത് നീ ചെയ്യാതെ എന്ത് കാണിക്കുകയാണെന്നെല്ലാം ഭയങ്കരമായി പീച്ച് ദേഷ്യപ്പെടുമ്പോ അതൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണെന്ന് പറയുന്നു ഹോമും പറയുന്നു. അങ്ങനെ പീച്ചും പാങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരസ്പരം പറയാതെ അത് പാങ്ങിന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ പറയുമ്പോ പാങ്ങിന് വട്ട് പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ പോലെ എന്നെ എന്തിനാ ഇതിലൊക്കെ പിടിച്ചിടുന്നതെന്ന് പാങ്ങും ദേഷ്യപ്പെടുന്നു. അങ്ങനെ ഫുഡ് കുക്ക് ചെയ്ത ശേഷം ആ പ്രേതത്തിനെ വിളിക്കാനായി ആ ഫുഡ് വെച്ച് ചടങ്ങുകൾ നടത്തുന്നു. പക്ഷെ ശ്രമിച്ചിട്ടും പ്രേതം വരുന്ന മട്ടില്ല. അതെന്താ, എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പീച്ച് ഇങ്ങനെ തല പൊക്കിക്കുമ്പോഴാണ് പാങ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. പ്രേതത്തെ ഓടിക്കാൻ എന്ന പേരിൽ ഹോം അവിടെ ചില മന്ത്രങ്ങളൊക്കെ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഉള്ളതുകൊണ്ടാണ് പ്രേതം പുറത്തേക്ക് വരാത്തതെന്ന് മനസ്സിലാക്കി അത് ഇവരെ ഇളക്കി കളയുന്ന ടീം അവിടെ രക്തം കൊണ്ട് എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്ന കണക്ക് ഒരു കാഴ്ച പാങ് കാണുന്നുണ്ട്. അവളത് എന്താണെന്ന് ഇങ്ങനെ വായിച്ചു നോക്കുന്ന ഈ ഒരു സമയം അവിടെയുള്ള ഒരു മുറി തുറക്കുകയും അതിനകത്ത് നിന്ന് ഒരു പ്രേതം പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഒരു പയ്യന്റെ പ്രേതമാണ്, ഒരു ഡാൻസറായ പയ്യൻ, മുഖത്തൊക്കെ വെളുത്ത പെയിന്റ് ഒക്കെ പൂശി വല്ലാത്തൊരു മേക്കപ്പ് ഇട്ടിരിക്കുന്ന ഒരു ഡാൻസർ. ആ ഡാൻസർ അങ്ങനെ ഡാൻസ് കളിച്ചെത്തുകയും പെട്ടെന്ന് കയ്യിലെ മുറിവിൽ നിന്ന് വല്ലാത്ത രക്തം ഒഴുകുകയും ആള് ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. വീണ ഉടനെ തന്നെ ആ ഒരു രൂപം മറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ലൂപ്പ് കണക്ക് ഇതേ കണക്ക് മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നു, ഡാൻസ് ചെയ്യുന്നു, കയ്യിൽ നിന്ന് രക്തം വരുന്നു, താഴെ വീഴുന്നു, മാഞ്ഞു പോകുന്നു. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തോ ഇതിലൊരു രഹസ്യമുണ്ട്, എന്തോ ഒന്ന് ഇനിയും പുറത്ത് വരാനായിട്ടുണ്ട്, പ്രേതം എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നു എന്ന് ഈ ലൂപ്പ് പോലെ ഈ കാര്യങ്ങൾ റിപ്പീറ്റ് ആവുന്നത് കണ്ട് ഡൗട്ട് തോന്നുന്ന പീച്ച് ആ ഡോക്ടറിനോട്, എന്തെങ്കിലും എന്നോട് മറിച്ച് ഡോക്ടർ വെച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ സത്യം പറയണം, എങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ എനിക്ക് ഡോക്ടറെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കൂ എന്ന് പറയുമ്പോൾ ഡോക്ടർ ഒന്നും മിണ്ടുന്നില്ല. ഡോക്ടർ എന്തുണ്ടെങ്കിലും പറയണം, എന്നാലേ ഡോക്ടർ ആവശ്യപ്പെട്ട പോലെ ഈ കാര്യം എനിക്ക് ചെയ്തു തരാൻ സാധിക്കുമെന്ന് പീച്ച് വീണ്ടും പറയുമ്പോൾ ഡോക്ടർ ആകട്ടെ ആ ഒരു പ്രേതം മരിച്ചത് ഞാൻ കാരണമാണെന്ന് ആ ഡോക്ടർ പറയുമ്പോൾ ഇവരെല്ലാം അത് കേട്ട് ഞെട്ടുന്നു. ആക്ച്വലി ഈ ഡോക്ടർ പഠന
പഠനത്തോടൊപ്പം തന്നെ ഡാൻസ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡാൻസ് സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയായി ഇടയ്ക്ക് വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്റ്റേ ചെയ്ത് കുറച്ച് കുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഡോക്ടർ പോയി വന്ന് പഠിക്കുന്ന കൈൻഡ് ഓഫ് ഒരു വിദ്യാർത്ഥിയായിരുന്നു, ഡേ സ്കോളർ ആയിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇവിടെ ഡാൻസ് പഠിക്കുന്ന ടീം ഈ ഡോക്ടർ ഒരു പയ്യനെ പരിചയപ്പെടുന്നു. ആക്ച്വലി ഇവരെ പഠിപ്പിക്കുന്ന സാറ് അവിടെ ഒരു കോമ്പറ്റീഷന്റെ ഭാഗമായി പെയറായി ഡാൻസ് ചെയ്യാനായി ഇവരെ ഒന്നിച്ചൊരു ജോഡി ആക്കിയപ്പോഴാണ് ഇവർ തമ്മിൽ അങ്ങനെ നല്ല പരിചയം കാര്യങ്ങളുമായത്. പിന്നീട് ഒന്നിച്ച് ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുന്ന ടീം ആ ഒരു പരിചയം പ്രണയമായി മാറുകയും ചെയ്തിരുന്നു. പക്ഷെ ഈ ഡോക്ടറിന്റെ വീട്ടില് ഈ പ്രണയബന്ധത്തെ പറ്റി അറിയുന്ന അമ്മ ഈ ബന്ധത്തെ ശക്തമായി എതിർക്കുകയും ഡോക്ടറിനെ ഇനി ഇവിടെ നിന്ന് നീ ഡാൻസും കൂത്തും ഒന്നും പഠിക്കണം, മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നോന്നും പറഞ്ഞ് കട്ടായം വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ആ പയ്യനാകട്ടെ അതിലാകെ തകർന്നു. കാരണം പോകുന്ന ടീം ഈ ഡോക്ടർ ഒരു നല്ല വാക്ക് പോലും പറയാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. തന്നെ പൂർണ്ണമായും മറന്നോ വെറുത്തോ ഉപേക്ഷിച്ച് പോയതാണോന്നൊക്കെ സങ്കടമാവുന്ന ആ പയ്യൻ ഈ ഡോക്ടർ ഇല്ലാതെ ജീവിക്കേണ്ടെന്ന് മനസ്സിൽ ഉറപ്പിച്ച് മരിക്കാനായി തീരുമാനിച്ചു. അതിനായി ഇവർ ഒന്നിച്ച് പ്രണയിച്ചിരുന്ന ആ ഒരു സമയത്ത് ഇവിടെ ഒരു മരത്തിന്റെ അവിടെ ഒരു കല്ലില് രണ്ടുപേരുടെയും പേരൊക്കെ പോറിയിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അടുത്ത് പോയിരുന്ന് അതേ കല്ലുകൊണ്ട് തന്നെ സ്വന്തം കൈത്തണ്ടയില് സാരമായി പരിക്കേൽപ്പിക്കുകയും അതിൽ നിന്ന് വരുന്ന രക്തം കൊണ്ട് ഇവർക്ക് വളരെ ഇഷ്ടമുള്ള ഇവർ ഒന്നിച്ച് ഡാൻസ് പ്രാക്ടീസ് ചെയ്ത പാട്ടിന്റെ വരികൾ അവിടെ ഒരു ഭാഗത്ത് കുറിച്ചിടുകയും ഈ വരികളാണ് പിന്നീട് ഇപ്പോ പാങ് വായിച്ചത്. അങ്ങനെ കയ്യിൽ രക്തം ഒഴുകുന്ന ആ ഒരു അവസ്ഥയിൽ തന്നെ ഇവർ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പാട്ടിട്ട് തുടരെ തുടരെ തന്റെ ആരോഗ്യാവസ്ഥയൊന്നും പരിഗണിക്കാതെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ ശരീരത്തിൽ നിന്ന് അമിതമായി രക്തം നഷ്ടപ്പെട്ട് ആ ഒരു പയ്യൻ മരണപ്പെടുകയായിരുന്നു. ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു ഡോക്ടറെ മിസ് ചെയ്ത് സങ്കടപ്പെട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയിൽ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് താനാണ് ആ പയ്യന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർക്ക് നേരിട്ട് ആ ഒരു മരണത്തിൽ പങ്കൊന്നും ഇല്ലെങ്കിലും ഡോക്ടറുമായിട്ടുള്ള റിലേഷന്റെ കാര്യത്തിന്റെ പേരിൽ നടന്ന പ്രശ്നങ്ങൾ കൊണ്ടാണല്ലോ ആ പയ്യൻ മരിക്കുന്ന രീതിക്ക് കാര്യങ്ങൾ പോയത്. അമ്മയുടെ കൂടെ ഞാൻ പോകുന്നതിന് മുന്നേ അവനോട് എന്തെങ്കിലും ഒരു ആശ്വാസവാക്കെങ്കിലും ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ അവന് വേണ്ടി മടങ്ങി വരും എന്നൊരു ഉറപ്പ് നൽകിയിരുന്നെങ്കിൽ തീർച്ചയായും അവൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണ് അവന്റെ മരണത്തിന് കാരണം, ഞാനാണ് അവന്റെ മരണത്തിന് കാരണം എന്നൊക്കെ പറഞ്ഞ് ആ ഡോക്ടർ ഭയങ്കരമായി സങ്കടപ്പെടുന്നു. ആക്ച്വലി ഈ ഒരു കാര്യം കൊണ്ടാകാം ഡോക്ടർ ആകട്ടെ എങ്ങനെങ്കിലും ആ ഒരു പയ്യന്റെ ആത്മാവുമായി തനിക്കൊന്ന് സംസാരിക്കണം എന്നൊരു ആഗ്രഹം ഇപ്പോ ഇവരുടെ മുന്നിൽ പ്രകടിപ്പിച്ചത്. ഞാൻ അവന്റെ ലൈഫിൽ നിന്ന് മടങ്ങിയ ശേഷം അവൻ എന്നെ മറന്ന് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ വിചാരിച്ചത്. ഒരിക്കലും അവൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു വാക്കും മിണ്ടാതെ പോവില്ലായിരുന്നു എന്നല്ല വളരെ സങ്കടത്തിൽ ആ ഡോക്ടർ പറയുമ്പോൾ ഡോക്ടറിന്റെ അവസ്ഥ കേട്ടിരിക്കുന്ന ആ പേജിന് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അങ്ങനെ ഒറ്റയ്ക്ക് എനിക്കിത് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ഒരാളുടെ കൂടി സഹായം വേണമെന്ന് പറഞ്ഞ പീച്ച് തിരിഞ്ഞു നോക്കുന്നത് ഹോമിനെയാണ്. അന്ന് ഈ ഒരു ഡോക്ടറും ആളുടെ ബോയ് ഫ്രണ്ട് ആയിരുന്ന ഡാൻസറും ഒന്നിച്ച് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന കണക്കൊരു സിറ്റുവേഷൻ ഇവിടെ താനും ഹോമും കൂടി ചേർന്ന് റീക്രിയേറ്റ് ചെയ്യണം. അതേ കോസ്റ്റ്യൂം അതേ കണക്ക് ഇവർ ഡാൻസ് ചെയ്താല് ഇവിടെ ആകട്ടെ കാര്യങ്ങളൊന്ന് കൺട്രോൾ വരാനായി സാധ്യതയുണ്ട്. ആ ഒരു പ്രയത്തെ മുന്നിൽ കൊണ്ടുവന്ന് അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി ഒരു ഗ്യാപ്പ് കിട്ടും എന്നത് മനസ്സിലാക്കിയായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു കാര്യം പീച്ച് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഹോമും പീച്ചിന്റെ കൂടെ നിന്ന് അവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ ഒരു ഡാൻസ് സ്റ്റെപ്പ് ഇടുകയും ആ ഒരു പ്രേതം വരികയും ചെയ്യുന്നു. ഈ പ്രേത്തെ ആ ഡോക്ടറിന് കാണാൻ സാധിക്കില്ലെങ്കിലും പ്രേതം വന്നിട്ടുണ്ടെന്ന് പീച്ച് പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് ഡോക്ടർ അവിടെ നിന്ന് മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നു. ഒരിക്കലും അവനോടുള്ള ഇഷ്ടക്കേട് കൊണ്ടൊന്നും പോയതല്ല, അമ്മ കാര്യം അറിഞ്ഞ് ആകെപ്പാടെ കലി ഇളകിയപ്പോ അമ്മയെ പേടിച്ച് ഇവിടെ നിന്ന് പോവേണ്ടി വന്നതാണെന്നും പക്ഷെ ഒരിക്കലും തന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്ന ഈ ഡാൻസർ ഇങ്ങനെ ഒരു തീരുമാനം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വല്ലതും താൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ഇട വരത്തില്ലായിരുന്നു എന്നും അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ മനസ്സിലെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ തന്നോട് ഒരു വാക്ക് പോലും പറയാതെ തന്നെ ഉപേക്ഷിച്ചു പോയല്ലോ. അത്രയും നാള് ഭയങ്കര സങ്കടത്തിലുണ്ടായിരുന്ന അതിന്റെ പേരിൽ ജീവൻ ഉപേക്ഷിക്കാൻ പോലും തയ്യാറായ ആ ഒരു ഡാൻസർ ഇപ്പോൾ ഡോക്ടറോട് ഭയങ്കര സ്നേഹത്തോടു കൂടി കൂടെ നിന്ന് ഡാൻസ് ചെയ്യുന്നത് നമുക്ക് കാണാം. പറയാനുള്ളത് പറഞ്ഞപ്പോൾ ഡോക്ടർക്കും ഒരുപാട് മനസ്സിന്റെ ഭാരം കുറഞ്ഞ കണക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞ ആ ഒരു പ്രേതവും ആത്മശാന്തി ലഭിച്ച് അവിടെ നിന്ന് പോകുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഇവിടുത്തെ ഇഷ്യൂ സോൾവ് ചെയ്ത ശേഷം പീച്ചും പാങ്ങും മടങ്ങി പോകുന്നു. ഹോമും തിരിച്ച് അവന്റെ വീട്ടിലേക്ക് തന്നെ പോവാണ്. അവനാണെങ്കിൽ ഭയങ്കര സങ്കടം, കാരണം അവൻ പീച്ചിന്റെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ പീച്ച് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് തന്റെ കൂടെ ഡാൻസ് ഒക്കെ ചെയ്തത്, അല്ലാതെ അവൻ തന്നോട് ദേഷ്യം മറന്നിട്ടൊന്നുമില്ല. അവന് തന്നോട് ഭയങ്കര ദേഷ്യമാണെന്ന് ഹോമിന് അറിയാം. ഇത് ടീം വീട്ടിലെത്തിയ ശേഷം പീച്ചിനെ പാങ് ഉപദേശിക്കാൻ നോക്കുന്നുണ്ട്. ഹോമിനോടുള്ള ദേഷ്യമൊക്കെ മറന്ന് മുന്നോട്ട് പോകാനായിട്ടാണ് അവൾ ആവശ്യപ്പെടുന്നത്. ശരി, സമ്മതിച്ചു, ഞാനും ഈ ഒരു പിണക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. അവൻ എന്നോട് വന്ന് സംസാരിക്കാൻ ഒരു ഇനിഷ്യേറ്റീവ് എടുത്താൽ ഞാനും ഇനി സംസാരിക്കാൻ തയ്യാറാണെന്ന് പറയുന്ന പീച്ച് ഈ ഒരു ആക്സിഡന്റ് നടന്ന 3 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴായിരിക്കും ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഒക്കെ പുറത്തുവിട്ട് ഈ ഒരു കാര്യം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് ഇത്രയും വലിയ ഇഷ്യൂ ആക്കിയത് എന്ന് പീച്ച് അവിടെ ഒരു സംശയം ചോദിക്കുന്നുണ്ട്. എനിക്കും ആ ഡൗട്ട് ഉണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ പ്രയോറിറ്റി നൽകുന്നത് നിങ്ങൾക്കിടയിലെ പിണക്കം മാറി നിങ്ങൾ നന്നായി മുന്നോട്ട് പോകുന്നതിനോടാണ്. അതിനൊക്കെ ശേഷം നമുക്ക് അത് ആരാണ് എന്ന് അന്വേഷിക്കാമെന്ന് പാങ് പറയുന്നു. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം. ഹോം ആയിരിക്കോ, ഞാൻ തന്നെ പോയി നോക്കാന്ന് പറഞ്ഞ് ഹോം ആണെങ്കിൽ സംസാരിക്കാം എന്ന രീതിയിൽ പീച്ച് ആകട്ടെ വന്ന് ഡോറ് തുറക്കുമ്പോൾ വന്നത് ഹോമാണ്. പീച്ച് ഹോം ഇനി വന്ന് മിണ്ടാൻ തന്നെ റെഡി ആയിരിക്കണം. പക്ഷെ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ അവൻ റെഡിയല്ല. ഹോം തന്നോട് മാപ്പ് പറയണം, എന്നാൽ താൻ ക്ഷമിക്കാം എന്നൊരു രീതിക്ക് പീച്ച് ഹോമിനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ഹോം ആകട്ടെ താനിപ്പോ സംസാരിച്ചാൽ പീച്ചിനത് ഇഷ്ടാവോ, മാപ്പ് പറഞ്ഞാൽ പീച്ച് ഇത് അക്സെപ്റ്റ് ചെയ്യോ എന്നൊരു പിടുത്തം ഇല്ലാത്ത രീതിയിൽ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ ഇവനപ്പോ ചുമ്മാ വന്നതാണോ, മാപ്പ് പറയുന്നുണ്ടെങ്കിൽ പറയുന്നുള്ള മട്ടിൽ
സ്പോട്ടില് പീച്ചിന് ദേഷ്യം. നീ എന്തിങ്ങനെ ഒന്നും മിണ്ടാ നിൽക്കുന്നത്, വല്ലതും പറ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നല്ല പീച്ച് അവിടെ ശബ്ദം ഉയർത്തി പറയുമ്പോ അത് കേട്ട് വരുന്ന പാങ് ആയിട്ട് ചേട്ടൻ എന്തീ പറയുന്നത്, ചേട്ടൻ ആരോട് ഈ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവാതെ ചോദിക്കുമ്പോ നീ എന്തീ പറയുന്നത്, ഞാൻ ഈ സംസാരിക്കുന്നത് ഹോമിനോടാ, അവന്റെ ഒന്നും മിണ്ടാ നിൽക്കുന്ന കണ്ടില്ലേന്ന് പീച്ച് ചോദിക്കുമ്പോ അവിടെ ആരും ഇല്ലല്ലോ, എനിക്കാരും കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പാങ് പറയുമ്പോ നീ നോക്കുന്നത് ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് അവിടെ ഇപ്പൊ നോക്കുമ്പോ പീച്ചിന് പക്ഷെ ഹോമിനെ കാണുന്നില്ല. അയ്യോ അല്ല, അവനിവിടെ ഉണ്ടായിരുന്നു, ഞാൻ അവനെ കണ്ടതാണെന്നും പറഞ്ഞ് എന്തേ നടക്കുന്നതെന്ന് പാങ്ങിന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇതേ ടീം പീച്ചിന്റെ ഫോൺ റിംഗ് ചെയ്യുന്നു. അവൻ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ നമ്പറിന്റെ ഉടമസ്ഥൻ അവസാനമായി വിളിച്ചത് നിങ്ങളെയാണ്, അങ്ങനെയാണ് ഞങ്ങളും കോൺടാക്ട് ചെയ്യുന്നത്, ഈ ഫോണിന്റെ ഓണർ ഇവിടെ ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുകയാണെന്നും പറഞ്ഞ് ആരോ ഹോമിന്റെ നമ്പറിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ പീച്ചിന് ഹോം അപകടത്തിലാണ് എന്നത് ബോധ്യമാവുന്നു. ഈ ഫോൺ കോളിലൂടെ മാത്രമല്ല ഹോമിന്റെ ആത്മാവിനെ അവനിപ്പോ കാണാൻ സാധിച്ചിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവൻ ആകെ പേടിയാവുന്നുണ്ട്. അങ്ങനെ ഹോമിന് അപകടം പറ്റിയ കാര്യം അറിഞ്ഞ് പീച്ചും ബാങ്കും ആകെ വെപ്രാളത്തിലാവുന്നു. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.